കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. വളരെ പ്രാവശ്യം നമ്മൾ കേട്ടിരിക്കുന്ന കാനായിലെ കല്യാണം. പക്ഷെ പരിശുദ്ധാത്മാവ് ആലോചനയിൽ അതിശയമുള്ളവൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 3-ാം നാൾ എന്ന് പറഞ്ഞാൽ 3 ദിവസം മുമ്പ് യേശു കർത്താവ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, കാനക്കാരനായ നഥനയേലിനോടൊരു കാര്യം പറഞ്ഞു. മോനെ നഥനയേലേ, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ വിശ്വസിച്ചു. എന്നാൽ ഇതിനേക്കാൾ വലുത് നീ കാണും. സ്വർഗം തുറക്കുന്നത്, അല്ലെങ്കിൽ തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലുള്ള ജീവിതം നീ അനുഭവിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതിന് വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. യേശു കർത്താവ് ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ്. അപ്പോൾ ഈ അത്ഭുതം നടക്കുന്നതിന് മുമ്പ് തന്നെ ശിഷ്യന്മാരെ അങ്ങ് ശേഖരിച്ചു. എന്ന് പറഞ്ഞാൽ ഗലീലയിലെ നസ്രത്തിൽ നിന്ന് യേശു കർത്താവ് പോയി യോഹന്നാനാൽ സ്നാനമേറ്റ് തൻ്റെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് യഹൂദിയിൽ പോയി. യഹൂദിയയിൽ കുറേ ഗലീലക്കാർ അവിടെ ഇവിടെയൊക്കെ ചിതറിക്കിടപ്പുണ്ട്. അപ്പോൾ ആദ്യത്തെ ശിഷ്യന്മാരെ യോഹന്നാൻ തന്നെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടു. യോഹന്നാന് മനസ്സിലായി അന്ത്രയോസും കൂടെയുള്ള സഹോദരനും യേശുവിൻ്റെ കൂടെ പോകേണ്ടവരാണ്. അവരുടെ ന്യായപ്രമാണത്തിലുള്ള ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഇനി അവർ കൃപയിലേക്ക് പോകണം. അപ്പോൾ നടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ പറഞ്ഞതേ പൊക്കോ, ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവർ പുറകെ പോയപ്പോൾ യേശു കർത്താവ് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് തിരയുന്നു? വാട്ട് യു വാണ്ട് ഫ്രം മീ? അവരുടെ മറുപടിയാണ്, അന്ത്രയോസിൻ്റെ മറുപടി, ഗുരു നീ എവിടെ പാർക്കുന്നു എന്നുള്ള ചോദ്യത്തിന് എന്താ പ്രസക്തി? യേശുവിൻ്റെ വീട് ഗലീലയിലെ നസ്രത്തിലാണ്. ഇവിടെ എവിടെയോ ഒരു സ്ഥലത്ത് ടെമ്പററി ആയിട്ട് പാർക്കുന്നു. അപ്പോൾ ആ ചോദ്യത്തിന് എന്താ ഉദ്ദേശിക്കുന്നത്? ഉത്തരത്തിലുണ്ട്. യേശു പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്നു, അവൻ പാർക്കുന്ന ഇടം കണ്ടു. എന്നിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, അപ്പോൾ ഏകദേശം 4 മണിയായി. 12 മണി ഏതാണ്? ഉച്ച സമയം. സങ്കീർത്തനം 10 പറയുന്നു, സൂര്യൻ്റെ ചൂട് അതേൽക്കാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അപ്പോൾ 12 ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും മൂർധന്യ ഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് വെയിൽ താറി വരുമ്പോൾ ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത മനുഷ്യനെ കാണാൻ ഇറങ്ങി വന്ന സമയം പോലെ 4 മണി. അന്ത്രയോസിൻ്റെയും ശിഷ്യൻ്റെയും ജീവിതത്തിലെ കൃപയുടെ യുഗം തുടങ്ങുക. അവർ ചെന്നു, അവനിലിടം കണ്ടെത്തി. അതാണ് എൻ്റെ കറക്റ്റ്. അവിടെ ഇവിടെ ഓരോന്ന് അന്വേഷിച്ച് നടക്കാറുണ്ട്. അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവനെ അത്രയും ഞങ്ങൾ കാത്തിരുന്നത്, ഇവനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. വേറെ പല മനുഷ്യരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പലരുടെയും പുറകെ പോയിട്ടുണ്ട്. പക്ഷെ ഇവനെ അത്രയും ഞങ്ങൾ കാത്തിരുന്നത്. ഞങ്ങളോട് മുഷിയാത്ത, ഞങ്ങളോട് കലഹിക്കാത്ത, ചതഞ്ഞ ഓട ഒടിക്കാത്ത, പുകയുന്ന തിരിക്കെടുത്താത്ത ഇവനെയാണ് ഞങ്ങൾ കാത്തിരുന്നത്. എബ്രായലേഖനത്തിൽ അത് പരിശുദ്ധാത്മാവ് ഊട്ടിയുറപ്പിക്കുന്നു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനത്രേ നമുക്ക് വേണ്ടത്. അന്ത്രയോസിന് വേണ്ടവനെ കിട്ടി. അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ഗുരുവിനെ കിട്ടുക. അന്ത്രയോസ് പിറ്റേ ദിവസം ഓടിച്ചെന്ന് തൻ്റെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവന്നു. സഹോദരനോട് യേശു കർത്താവ് കൃത്യം ദൂത് പറഞ്ഞു, ദുർബലനായ നീ, പേടിച്ചിരിക്കുന്ന നീ, അപകർഷബോധമുള്ള നീ കരുത്തനായ ഒരു പാറയെപ്പോലെ ഉറപ്പുള്ളവനാകാൻ പോവുകയാണ്. സഭയുടെ തൂണാകാൻ പോവുകയാണ്. പിറ്റേന്നാൾ ഗലീലയിലേക്ക് പുറപ്പെടാൻ പോവുക. അപ്പോഴേ കറക്റ്റ് ടൈമിൽ ഫിലിപ്പോസ് വന്ന് ചാടി, ഞങ്ങൾ ഗലീലയിലേക്ക് പോവുകയാണ്, നീ എൻ്റെ പുറകെ വാ. അത് കേൾക്കാനിരിക്കരുത് ഈ മനുഷ്യൻ. എപ്പോൾ പോകും? ഇതേ 1 മണിക്കൂറിനുള്ളിൽ പോകും. ഞാൻ ഇപ്പോൾ വരെ ഓടിപ്പോയി നഥനയേലിനെ കണ്ട്. അതേ ഞങ്ങൾ കണ്ട്, നമ്മൾ അന്വേഷിച്ച് നടന്ന ആളെ കണ്ട്. നസ്രത്തിലെ ജോസഫിൻ്റെ മകനാ. ഹല്ലേലൂയ. എല്ലാവരെയും ഇങ്ങനെ കൂട്ടി, ഗലീലക്കാരെല്ലാവരെയും കൂട്ടി, എല്ലാവർക്കും വേണ്ട ദൂത് കൊടുത്ത്, വചനത്തിൻ്റെ വെളിപ്പാട് കൊടുത്ത്, പ്രകാശം കൊടുത്ത് അവരെ അടുപ്പിച്ചു. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഗലീലയിൽ കൊണ്ടുപോയി, കല്യാണ വീട്ടിൽ കൊണ്ടുപോയി. കല്യാണ വീട്ടിൽ വെച്ച് അത്ഭുതം ചെയ്തു. വചനം പറയുന്നു, അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചിതറിക്കിടക്കുന്നവരാണ്.
നമ്മളെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അവൻ്റെ വചനമാണ്. വചനത്തിൻ്റെ പൊരുൾ തിരിയുമ്പോഴുള്ള പ്രകാശമാണ്. ആ പൊരുൾ തിരിയുന്ന പ്രകാശത്തിൽ നിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു എന്നപോലെ നമ്മൾ സഭയിൽ വന്നു. അവിടെ ഇവിടെയും കിടന്ന് എല്ലാവരെയും നമ്മൾ ഒരു നാട്ടുകാരായി വീട്ടുകാരായി സഭയിൽ കൂടും. അങ്ങനെ കൂടുമ്പം അവിടെ വെള്ളം വീഞ്ഞാകുകയാണ്. അവിടെ അത്ഭുതം നടക്കുകയാണ്. അവിടെ കുടുംബജീവിതങ്ങൾ സന്തോഷത്തോടെ തുടങ്ങുകയാണ്. അവിടെ നിന്ദകൾ മാറുകയാണ്. അവിടെ ബുദ്ധിയുടെ പ്രമാണത്തിന് വിരുദ്ധമായ ഒരു സ്നേഹത്തിൻ്റെ പ്രമാണം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. കാരണം ബാക്കി എല്ലാ ഉപേക്ഷണങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റുന്ന, കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന, ഈ ലോകത്തിൻ്റെ നിസ്സഹായമായ തിയറിക്ക് ശക്തിയെ വെല്ലുന്ന, ദൈവശക്തി വെളിപ്പെടുന്ന, കൃപമേൽ കൃപ തരുന്ന സ്ഥലമാണ് ദൈവസഭ. അവിടെ നമുക്ക് സഹോദരപ്രീതിയോടെ ഒന്നിച്ചു കൂടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.